10 സ്റ്റൈൽ മിസ്റ്റേക്സ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റൈൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ ഔട്ട്ഫിറ്റിനെയും നിങ്ങളുടെ പേഴ്സണാലിറ്റിനെയും ഡീഗ്രേഡ് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത ആളാണെന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ്. സോ ടേക്ക് കെയർ ഓഫ് യുവർ സ്റ്റൈൽ. സോ സ്റ്റൈൽ മിസ്റ്റേക്ക് നമ്പർ 1 എന്താ വെച്ച് കഴിഞ്ഞാൽ വെയറിങ് സ്കിന്നി ജീൻസ് ആണ്. നൗ ഇറ്റ്സ് 2025 സ്കിന്നി ജീൻസിന് ഒരു കാരണവശാലും ഒരു ഇടമില്ല. ഇത് ഒരു ഓൾഡ് മണി എസ്തറ്റിക്സിൻ്റെയും ഒരു ക്വയറ്റ് ലക്ഷറിയുടെയും ഒരു കാലഘട്ടമാണ്. സോ സേ നോ ടു സ്കിന്നി ജീൻസ്. സ്കിന്നി ജീൻസിന് പകരം നിങ്ങൾക്ക് റെഗുലർ ജീൻസ് വാങ്ങാവുന്നതാണ്. അതും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലെഗ് ജീൻസ് മേടിക്കാവുന്നതാണ്. സോ ഒരു കാരണവശാലും സ്കിന്നി ജീൻസ് എന്ന് പറയുന്ന സംഭവം 2025 വെയർ ചെയ്യാണ്ടിരിക്കുക. സ്റ്റൈൽ മിസ്റ്റേക്ക് നമ്പർ 2 ഈസ് ഓവർ ഡൂയിങ് ഓഫ് ലോഗോസ് ആണ്. ഓക്കെ, നമ്മളെല്ലാവർക്കും ബ്രാൻഡ് ഇഷ്ടമാണ്, ബട്ട് ബ്രാൻഡിൻ്റെ ഒരു ആഡായി നമ്മൾ ഒരിക്കലും മാറരുത്. ബ്രാൻഡിൻ്റെ വലിയ വലിയ ലോഗോ എപ്പോഴും കാണിച്ച് നടക്കുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ പോകാണ്ടിരിക്കുക. വലിയ വലിയ ബ്രാൻഡിൻ്റെ ഫേക്കുകളാണ് അധികവും ഇവിടെ ആൾക്കാർ ഇട്ട് നടന്ന് കാണുന്നത്. ലൂയി വിട്ടനും ഹെർമിസും ഒക്കെ ആൾക്കാർ പൂവമ്പഴം പോലെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ബട്ട് കാണുന്നവർക്കും അറിയാം ഇത് ഫേക്കാണെന്ന്. ബട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക. സ്റ്റൈൽ മിസ്റ്റേക്കിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഓവർ ഡൂയിങ് ഓഫ് ലോഗോസ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചേഞ്ചിങ് യുവർ ഹെയർ സ്റ്റൈൽ. അതായത് ജീവിതകാലം മുഴുവനും ഒരേ ഒരു ഹെയർ സ്റ്റൈൽ. നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ വളർന്നു വന്നവരായിരിക്കാം, ആരും ആയിക്കോട്ടെ, ഹെയർ സ്റ്റൈൽ എപ്പോഴും ചേഞ്ച് ചെയ്യണം. കാരണം നിങ്ങളുടെ കാലാകാലങ്ങളിൽ നിങ്ങളുടെ ഹെയറും ഫേസും ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ മാറ്റുക. ബെസ്റ്റ് ഹെയർ സ്റ്റൈൽ ഏതാണ് എന്ന് നോക്കിയിട്ട് നല്ല ഹെയർ സ്റ്റൈൽ കണ്ടുപിടിച്ച് ആ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ കൊണ്ടുവരാം. അതേപോലെ കാലാകാലങ്ങളിൽ ട്രെൻഡിനും ഫാഷനും അനുസരിച്ച് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്കൊന്ന് ചേരുന്ന രീതിയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി ഹെയർ സ്റ്റൈൽ മാറ്റുക എന്നുള്ളതാണ്. ടിപ്പ് നമ്പർ 4 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോറിങ് ടൈലറിങ് ആണ്. അതായത് ടൈലേഡ് ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ക്ലാസ് ആണ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിറ്റിങ്ങിൽ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ക്ലീശ ഒരു സംഭവമാണ്. അതായത് തേക്കാത്ത ഡ്രസ്സ് ദയവേത് നിങ്ങൾ ഇടരുത്. ചുക്കിച്ചുളിങ്ങിയിരിക്കുന്ന ഡ്രസ്സ് ഇട്ട് ഒരു പരിപാടിക്കും പോകാണ്ടിരിക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൾക്കാർ അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് നടക്കുന്നത്. പ്ലീസ് 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 ഒരു കാരണവശാലും ചുളുങ്ങിയ ഡ്രസ്സ് ഇട്ടിട്ട് എവിടെയും പോകരുത്. എപ്പോഴും നിങ്ങളുടെ ഡ്രസ്സുകൾ മാന്യമായ രീതിയിൽ ക്ലീൻ ആയിട്ട് അയൺ ചെയ്യുക, അല്ല സ്റ്റീം അയൺ യൂസ് ചെയ്തിട്ട് സ്റ്റീം ചെയ്യുക. 2025 ആൾക്കാർ ചെയ്യുന്ന അടുത്തൊരു വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ആഡിങ് ആക്സസറീസ്. അതായത് നിങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് ആക്സസറീസ് മസ്റ്റാണ്. സോ ആഡ് ആക്സസറീസ്. ക്യാപ്പ്, സൺഗ്ലാസ്, ചെറിയ ചെയിൻസുകൾ, വാച്ച്, ഇതൊക്കെ ആക്സസറിയുടെ ഗണത്തിൽ പെടുന്നതാണ്. സോ ആഡ് ഗുഡ് ആക്സസറീസ് ടു യുവർ വാർഡ്രോബ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കിൽ ദ ഫേസ് കെയർ. അതായത് ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് കെയർ എന്ന് പറഞ്ഞ സാധനം തന്നെ ചെയ്യണമെന്നില്ല എന്നുള്ളതാണ്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഇതൊരു വലിയൊരു സ്റ്റൈൽ മിസ്റ്റേക്കാണ്. കാരണം നമ്മുടെ ഫേസാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നൊക്കെ പറയണ പോലെ ആദ്യം നമ്മളെ കാണുന്നത് നമ്മുടെ ഫേസ് ആയിരിക്കും. സോ നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫേസ് കെയർ റൂട്ടീൻ ഡെഫിനറ്റായിട്ട് ഫോളോ ചെയ്യുക. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഫേസ് കെയറിനെ കുറിച്ചൊന്നും ഞാൻ വാരി വിളിച്ചൊന്നും പറയാനുള്ള ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സോ ഫേസ് കെയർ ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയറിങ് ചീപ്പ് ലുക്കിംഗ് ഷൂസ്, സാൻഡൽസ് ആൻഡ് ക്രോക്സിനെ ശരിക്കും ചീപ്പ് ലുക്കിംഗ് ഒന്നും പറയാൻ പറ്റില്ല, എക്സ്പെൻസീവ് ആണ്. ബട്ട് ഇത് ശരിക്കും ഒട്ടും ഒരു സ്റ്റൈല് തന്നെ ഒരു സംഭവമല്ല. ഈ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു ലോ ക്വാളിറ്റി ഷൂസ് ആയാലും ശരി, ഈ ലോ ക്വാളിറ്റി സാൻഡൽസ്, ഇതേപോലത്തെ സാൻഡൽസ്, ഇതൊക്കെ ശരിക്കും എക്സ്പെൻസീവ് ആയിരിക്കാം. ബട്ട് ഇത് ഒരിക്കലും ഒരു സ്റ്റൈലും ഫാഷനും നിങ്ങൾക്ക് തരുന്നില്ല. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇപ്പോൾ പറയും നമുക്ക് കംഫർട്ട് തന്നെയാണെന്ന് പറയും, ബട്ട് ഇറ്റ്സ് നോട്ട് ഗിവിങ് സ്റ്റൈൽ. സോ എപ്പോഴും നമുക്ക് സ്റ്റൈലും ഫാഷനും വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസി ആയിട്ടുള്ള ഫുട്വെയർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നല്ല ഫുട്വെയറിൻ്റെ ലിങ്ക്സ് എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഓവർലി മാച്ചിങ് ഔട്ട്ഫിറ്റ്സ് ആണ്. മാച്ചിങ് ഔട്ട്ഫിറ്റ്സ് എപ്പോഴും നല്ലത് തന്നെയാണ്, ബട്ട് ഓവറായാൽ അമൃതും വിഷമാണെന്ന് പറഞ്ഞ പോലെ ഓവറായിട്ട് മാച്ച് ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂട്രൽ കളേഴ്സും ഒരു ഫോക്കൽ പോയിന്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് 2025 ഏറ്റവും കൂടുതലുള്ളത്. സോ യു ഗോ ഫോർ ദാറ്റ് വൺ. ഓവറായിട്ട് മാച്ച് ചെയ്യേണ്ട. ബട്ട് മോണോക്രോം ഈസ് ഇൻ. മോണോക്രോം ആണെങ്കിലും ഒരു തിരഞ്ഞെടുക്കേണ്ടതായ കളർ തിരഞ്ഞെടുത്തിട്ട് മോണോക്രോം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. അല്ലാണ്ട് ഓവറായിട്ട് മാച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ കോമാളിനെ പോലെയാവും.
ഡോണ്ട് ഡു ദാറ്റ്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നോട്ട് ഡൂയിങ് മാൻസ്കേപ്പിംഗ്. എന്താണ് മാൻസ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ താടി രോമങ്ങളൊക്കെ വടിക്കുന്ന സംഭവം അങ്ങനെയാണ് മാൻസ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഈവൻ നമ്മുടെ ഗുഹ്യഭാവങ്ങളായാലും ശരി, നമ്മുടെ കശമായാലും ശരി, എല്ലാം മാൻസ്കേപ്പിംഗ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഇത് ശരിക്കും ഇപ്പോൾ കശത്തിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരുപാട് സ്വെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ഇത് ടേക്ക് കെയർ ചെയ്യുക. ഡു എ പ്രോപ്പർ മാൻസ്കേപ്പിംഗ്. വീണ്ടും ഫാഷനും സ്റ്റൈലും അടങ്ങുന്ന പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽ.